മൈസൂർ കൊട്ടാരത്തിന് സമീപം ക്രിസ്മസ് ദിനത്തിലുണ്ടായ സ്ഫോടനം വെറുമൊരു അപകടം മാത്രമാണോ, അതോ ഇതിന് പിന്നിൽ ഭീകര സംഘടനകളുടെ ആസൂത്രിതമായ നീക്കമുണ്ടോ? കേസ് ഏറ്റെടുത്ത ദേശീയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള NIA മൈസൂരിലേക്ക് എത്തുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് വലിയൊരു അന്വേഷണ വഴിത്തിരിവിലേക്കാണ്. ക്രിസ്മസ് രാത്രി 8:30 മൈസൂർ കൊട്ടാരത്തിലെ ജയമാർത്താണ്ഡ ഗേറ്റിന് സമീപം സ്ഫോടനം ഉണ്ടായത്. ബലൂൺ വിൽപ്പനക്കാരനായ സലീം ഉപയോഗിച്ചിരുന്ന ഹീലിയം സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അയാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ഇതൊരു സാധാരണ സിലിണ്ടർ അപകടമായി തള്ളിക്കളയാൻ അന്വേഷണ ഏജൻസികൾ തയ്യാറല്ല. 10-ാം തീയതി ഡൽഹി ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനവുമായി ഈ സംഭവത്തിന് ഏതെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് NIA പ്രധാനമായും പരിശോധിക്കുന്നത്. മരിച്ച സലീമിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്നെത്തിയ ഇയാൾ കഴിഞ്ഞ 15 ദിവസമായി മൈസൂരിലെ ലഷ്കർ മൊഹല്ലയിലെ ഒരു ലോഡ്ജിലായിരുന്നു താമസം. ഇയാൾ നേരത്തെ അതീവ സുരക്ഷാ മേഖലയായ കൊട്ടാരത്തിനകത്ത് കയറി ഫോട്ടോകൾ എടുത്തിരിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വെറുമൊരു ബലൂൺ വിൽപ്പനക്കാരൻ എന്തിന് കൊട്ടാരത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന ചോദ്യമാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ മൈസൂർ കൊട്ടാരം എന്നും ഭീകര സംഘടനകളുടെ നിഴലിലായിട്ടുള്ള ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ സലീമിന് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ പരിശീലനം ലഭിച്ചിട്ടുണ്ടോ എന്നുമൊക്കെ, ബലൂൺ വിൽപ്പന ഒരു മറ മാത്രമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. ബംഗളൂരു, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കും സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ കർണാടക പോലീസിനും NIAയും സംയുക്തമായിട്ടാണ് ഈ പരിശോധന നടത്തി വരുന്നത്. സലീമിനൊപ്പം UPയിൽ നിന്നെത്തിയ സഹോദരങ്ങളെയും ഇയാൾ താമസിച്ചിരുന്ന ലോഡ്ജിലെ രേഖകളും കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു കഴിഞ്ഞു. ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ ജനക്കൂട്ടത്തെ ലക്ഷ്യം വെച്ചിട്ടാണോ ഈ ഒരു നീക്കം നടന്നത്? NIAയുടെ കണ്ടെത്തലുകൾ വരും ദിവസങ്ങളിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.